അസൗകര്യങ്ങളുടെ നടുവിലാണ് എറണാകുളം സബ് ജയിൽ എന്ന് ജയിൽ സൂപ്രണ്ടിന്റെ റിപ്പോർട്ട്. 48 തടവുകാരെ പാർപ്പിക്കേണ്ട സ്ഥലത്ത് 105 തടവുകാരാണ് നിലവിലുള്ളത്. 22 CCTV ക്യാമറകൾ പ്രവർത്തിക്കുന്നത് 10 മാത്രമെന്നും മധ്യമേഖല ജയിൽ DIGക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ ചെയ്യുന്നു. വിഷ്ണു, നമ്മുടെ ജയിലുകളിലേറെയും ഇത്തരത്തിൽ വലിയ പ്രതിസന്ധികൾ അനുഭവിക്കുന്നുണ്ട്. ആവശ്യത്തിന് ജീവനക്കാരില്ല, ആവശ്യത്തിന് പ്രിസൺ ഓഫീസേഴ്സ് ഇല്ല, കൊള്ളാവുന്നതിലധികം തടവുകാരുമുണ്ട്. സമാന പ്രശ്നം തന്നെ അവിടെയുമുണ്ട്. എന്താണ് വിവരങ്ങൾ? സുഹൈല, ഗോവിന്ദസ്വാമി കണ്ണൂർ ജയിലിൽ ചാടിപ്പോകുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് എറണാകുളം സബ് ജയിലിൽ നിന്ന് സൂപ്രണ്ട് DIGക്ക് ഒരു റിപ്പോർട്ട് നൽകിയത്. ആ റിപ്പോർട്ടിലുള്ള കാര്യങ്ങളൊക്കെ ഗുരുതരമാണ്. ജയിലിൽ മതിയായ സൗകര്യങ്ങളില്ല. 48 പേരാണ് പരമാവധി ഈ ജയിലിൽ ഉൾക്കൊള്ളാവുന്ന കപ്പാസിറ്റി. എന്നാൽ നിലവിൽ പ്രതിദിനം 105ഓളം പേർ ഇവിടെ ഉണ്ട്, കുറ്റവാളികളായി ഉണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന NDPS കേസുകളിലെ പ്രതികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതാണ് എറണാകുളം സബ് ജയിലിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി. ഒപ്പം ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ഈ ആയുധങ്ങളും അവിടെ കാര്യമായി ഇല്ല. അതിലെ തിരകളടക്കം ഈ തോക്കിന്റെ തിരകളടക്കം തീർന്നിരിക്കുന്ന പശ്ചാത്തലമുണ്ട്. 22 ക്യാമറകൾ ഉള്ളതിൽ 10 മാത്രമാണ് നിലവിൽ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ കഷ്ടതയുടെ നടുവിലാണ് എറണാകുളം സബ് ജയിൽ. അടിയന്തരമായി ഇവിടുത്തെ സുരക്ഷാ സംവിധാനം വർദ്ധിപ്പിച്ചില്ല എങ്കിൽ നേരത്തെ ഗോവിന്ദസ്വാമി ചാടിപ്പോലുള്ള സാഹചര്യങ്ങൾ എറണാകുളം സബ് ജയിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിനൊരു മുൻകരുതൽ എന്ന രീതിയിലാണ്, ഒരു മുന്നറിയിപ്പ് എന്ന രീതിയിലാണ് ഈ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സുഹൈല.